അവിടെ നിന്നാ അവിടെ നിന്നാ ഇങ്ങോട്ട് വരട്ടാ. ഞാനിത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇല്ലില്ല, അച്ഛൻ പുറത്തിരിപ്പുണ്ട്. ആ ഓക്കെ 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 ഓക്കെ, വെച്ചോ വെച്ചോ. എന്തോന്ന് നീ ഫോൺ കട്ടിയതേ. ചായ ഞാനേ അത്യാവശ്യം ദൂരം ഒരു സ്ഥലം വരെ പോവാണ്. അച്ഛനോട് അമ്മയോട് പറയണ്ട. എവിടെ പോവാ? ഞാൻ വന്നിട്ട് പറയാടി. എന്നോടെങ്കിലും പറഞ്ഞിട്ട് പോ. മോളെ, അച്ഛാ, അവൻ എവിടെ പോയതാ രാവിലെ തന്നെ? എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛാ. ആഹാ, ഇവക്കെന്ത് പറ്റി? രാവിലെ ഒരു കാപ്പി പോലും കുടിക്കാതെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ അവൻ ഓടി എങ്ങോട്ടാടി പോയത്? ആ, നിന്റെ മോൻ രാവിലെ ഊര് തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവനും കൂട്ടുകാരുടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്ന് ദൈവം തമ്പുരാൻ അറിയാം. രാവിലെ ഓരോരോ. ഇനി എന്തൊക്കെ പെടാപ്പാടാ വരുത്താൻ പോകുന്നെന്ന് ആര് കണ്ട്? എന്റെ അയ്യപ്പാ കാത്തോണേ. ഇതാരുടെ? മാമന്റെ ഒരേ ഒരു മോൻ കെ ശംഭു. ശംഭു ഇൻഷ്യലാ? കെ കഴക്കൂട്ടം ശംഭു. കഴക്കൂട്ടത്തെ അടാറ് ടീമാണ്. അവിടെ ഒരു ഇലയനങ്ങണമെങ്കിൽ ശമ്പളിയും വിചാരിക്കണം. വമ്പൻ ടീമാണ്. നമ്മൾ തമിഴ്നാട്ടിലൊരു വിഷയത്തിന് പോവല്ലേ, അപ്പൊ ഫ്രണ്ട് ഇരിക്കണം നല്ലതാ. ഓ, ഒരു പ്രശ്നം വന്നാ ഈ ശംഭു മുന്നിൽ തന്നെ കാണും. പ്രശ്നം വരുമ്പോഴല്ലേ തൽക്കാലം പറയാറങ്ങി. ബാക്കി പോയിരുന്നു. ചെല്ലങ്ങോട്ട്. ഗുരുക്കള് ബാക്കി പോയിരുന്നോ? ഇതിന് ആരുടെ അടുത്താ വെച്ചത്? കുടുംബത്തിന് അവിടെ പറയാൻ. ആ വിജയനെ കയറി. ശമ്പള സൈഡ് സീറ്റ് ആണോ? വേണ്ടടാ, അവരുടെ ബോണറ്റ് പോയി. അവിടെ നീ ഇരിയടാ. വണ്ടി പെട്ടെന്ന് പോകണം. ഇത് പുതിയ വണ്ടിയാണ്, 40 കൂടുതൽ പോകാൻ പറ്റില്ല. ഈശ്വര, വഴിയില് നിക്കല്ലേ. ആ നോക്കടാ, എന്ത് രസമുള്ള വയല്. അണ്ണേ വണക്കം അണ്ണേ, 5 ടീ കൊടുങ്കോ. നീ തമിഴൊക്കെ പഠിച്ച? തങ്കച്ചി വരല്ലേ ഇനി എത്ര ദൂരമുണ്ട്? ലൊക്കേഷൻ കിട്ടിയാ? ചേട്ടാ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളതാണ് കുറെ കാണിക്കുന്നത്. നേരമായിട്ട് പറയണ്. വല്ലതും നടക്കൂടെ അതോ ചായയും ബജിയും കുടിച്ചോട്ട് പോകേണ്ടി വരൂ? ഇല്ല ഇല്ല, കറക്റ്റ് ആണ്. ഈ കസ്തൂരിയുടെ അപ്പന്റെ പേരെന്താ പറഞ്ഞേ? പടയപ്പ. നിന്റെ പെണ്ണിന്റെ അച്ഛൻ രജനിയാ? എന്താ അല്ല പടയപ്പേന്ന് പറഞ്ഞു? ഇവിടെയൊക്കെ കണ്ടിട്ട് ഒരു പട്ടിക്കാട് പോലെ ഉണ്ട്. എന്റെ അണ്ണ നല്ല അടി നാട്ടിൽ കിട്ടും. വെറുതെ എവിടെ നിന്ന് മേടിച്ചിട്ടാണോ? ഓ എന്റെ മണിയണ്ണ, ഒരു പ്രശ്നം വന്നാ ഈ ശംഭു മുന്നിൽ തന്നെ കാണും. മുമ്പ് തന്നെ കാണണം നീ. ചേട്ടാ പതുക്കെ സംസാരിക്കൂ. നിങ്ങൾക്ക് നാടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഈ നാടിന്റെ പേരെന്താണെന്നറിയോ? എന്താ? പടയപ്പ സിറ്റി. അപ്പൊ എല്ലാരും ഇറങ്ങിക്കോ. ഇത് എന്നയുടെ സ്ഥലം? ഇവിടെയാണോ? ലൊക്കേഷൻ തന്നെ കാണിക്കണം. പക്ഷെ കോവില്. കോവിൽ. ആ കോവില്. ആ ഇതിനടുത്ത് വരാന്നാ പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചേ. ഹലോ. ആ എങ്ക കോവിൽ പക്കം വരെ ചൊല്ലു. കോവില് പക്കത്തില് വാ. വരാം. പോയി വിളിച്ചോടാ. ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ കൂടെ വരാം. പോയി വിളിച്ചോണ്ട് വാ. അല്ല ഹലോ. വിജയണ്ണ റെഡി ആയിരുന്നു? അതെ, ഞാൻ ഇടപെടണോ? വേണമെങ്കിൽ ഞാൻ കൂടി. നിനക്ക് എന്താ ഇപ്പോ? ഞാൻ ഇപ്പൊ വരാം, മൂത്രം വെച്ചിട്ട് വരാം. ഇപ്പൊ വരാം, ഇതാ പറഞ്ഞു. ആ പോയിട്ട് വാ, ഇതിനെയൊന്നും കൊണ്ടുവരണ്ടായിരുന്നു. എന്തായടാ? അവള് വരുന്നെന്ന് തോന്നുന്നു. മാമാ എന്തോ സോങ്ങിനുള്ള സമയത്ത് ഓടി വാങ്ങോട്ട്. പെട്ടെന്ന് ശീക്കണം വാ. അനങ്ങി വാടാ. വേഗം വാ, വേഗം വാടാ. അങ്ങേക്കൂടെ പെട്ടെന്ന് കേറ്, പെട്ടെന്ന്. നീ അപ്പുറത്തോട്ട് വന്ന് കേരള കൊണ്ട് എന്റെ ചമ്പോളി ഞാൻ കയറിയില്ല. അവര് പറയോട്ട്. വിട്ടാ 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 വിട്ടാ.
ആള് കയറുണ്ട്. டேய் இங்க வாடா. நீ அவன் கூட சேர்ந்து வந்தியா? ஆமா. இங்க வா. யார் இடத்துல வந்து யார் ஃபோன் போட்டு நாய் அடி. டேய் டேய். ഇത് തോന്നുന്നത് അശ്വരി അശ്വരി എന്താ പറ്റി? ஒரு கனவு பார்த்தேன். அதுல அப்பாவோட குண்டകള് உன்னை கண்டம் துண்டமா வெட்டிட்டு இருக்கு. ആ അപ്പൊ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ തീരുമാനമാവണമെങ്കിലേ എന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല, നമ്മുടെ എല്ലാവരുടെ കാര്യത്തിലും തീരുമാനവും. പഠിത്തോ. नमस्कार आदरणीय जैन पत्रिका सर जी। नमस्कार, कौन बोल रहे हैं, कहाँ से बोल रहे हैं? रुस्तम का बगीचा मालूम में इंदौर से महेश लहरी बात कर रहा हूँ। बोलिए महेश जी, कैसे हैं? बिल्कुल बढ़िया सर। और रुस्तम के बगीचे में कौन से ഇവിടെ വേണം. എവിടെ ആയിരുന്നടാ ഇത്ര തരൂ? लाइन वगैरह डली ना तो रोड बन रहा है अभी। ഓ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് ആർക്കറിയാം. ഓ ഇവൻ ഇവിടത്തെ തല്ല് പോരാ, അവൻ പോയേക്കുന്ന തമിഴ്നാട്ടിലെ നല്ല അടി വാങ്ങിക്കാൻ. അമ്മേ അത് പിന്നെ നിർത്തടാ, കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നീ തമിഴ്നാട്ടിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവൻ തമിഴ്നാട്ടിൽ കല്യാണം നടത്താൻ പോയിരിക്കുന്നു. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ അറിഞ്ഞത്. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. നീ ആയി, നിന്റെ പാടായി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. പോട്ടച്ചാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. ഹ, നീ ഒറ്റയിരുത്തി അവനെ വഷളാക്കും. നിർത്തടി. നിന്റെ മോൻ ചെയ്തതിന് അവളെ എന്തിനാ കുറ്റം പറയുന്നത്? നീ പൊക്കോ മോളെ. ആ നിങ്ങളെ റേഡിയോ കെട്ടിപ്പിടിച്ചോണ്ടിരി, അവൻ തല്ലും വാങ്ങിച്ചോണ്ട് വരാം. ഈ എടാകുടത്തിലൊക്കെ പോയി ചാടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഡേ, നീ പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഒരാവശ്യത്തിന് അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ നമ്മളിങ്ങനെ ജീവിക്കായിരുന്നു. ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛനും അമ്മയെ വഴക്കുറണ കണ്ടപ്പോ എനിക്ക് വിഷമായി. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? ഡേ, ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച വെടിപ്പായിട്ടേ മടക്കുള്ളൂ. രതീഷിനെ അശ്വിനെ പെണ്ണെ വീട്ടിലാക്കിട്ട വന്നേ. ഭക്ഷണം എല്ലാം കഴിച്ചായിരുന്നോ? ഇനിയിപ്പൊ കഴിക്കണമെന്നില്ല, നിറച്ച് കിട്ടി, നിറഞ്ഞു കഴിച്ചു. നീ കിടന്നോ, ഞാൻ കുളിച്ചിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ്ങാ അമ്മ.